എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 8 to 10 pairs ഓഫ് ഷൂസ് ഉണ്ട്. അതിൽ ഞാൻ കോളേജിലോ സ്കൂളിലോ പഠിക്കുമായിരുന്നുണ്ടെങ്കിൽ ഈ 5 മാത്രമായിരിക്കും ഞാൻ ഇടാൻ പോകുന്നത്. ഇതിൽ 5 മേടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മേടിച്ചാൽ മതി, നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഒരു 2 to 3 years എങ്കിലും നിങ്ങൾക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടോ ഫ്ലാഷി ആയിട്ടുള്ള ഒന്നുമില്ല, റിലയബിൾ ആയിട്ടുള്ള സ്നീക്കേഴ്സ് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ അത്യാവശ്യം ബ്രാൻഡിലും പൈസയും കൂടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയത്തുള്ളൂ, എസ്പെഷ്യലി ഷൂസിൻ്റെ കേസിലോട്ട് വരുമ്പോഴത്തേക്ക്. കാരണം നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, സോ അത് ലാസ്റ്റിങ് വേണം, അതുകൊണ്ട് ക്വാളിറ്റിയും വേണം. ട്രെൻഡ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് കോപ്പീസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ സ്നീക്കേഴ്സുകൾ അധികം ലാസ്റ്റ് ചെയ്യത്തില്ല. സോ വീട്ടിൽ അടുത്തൊരു യുദ്ധമായിരിക്കും അടുത്ത സ്നീക്കേഴ്സ് മേടിക്കുക അല്ലെങ്കിൽ അടുത്ത ഷൂസ് മേടിക്കുക. സോ മിഡിൽ ക്ലാസ് ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ കടയിൽ സ്നീക്കേഴ്സ് ഏതെങ്കിലും ചൂസ് ചെയ്യാം, നല്ല രീതിയിൽ മെയിൻറ്റെയിനും ചെയ്യണം. സോ ഇത് വീഡിയോ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. ഫസ്റ്റ് വൺ അഡിഡാസിൻ്റെ ഒരു സ്നീക്കേഴ്സ് ആണ്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നീക്കേഴ്സ്, എൻ്റെ കയ്യിലുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നീക്കേഴ്സ് ആണ്. കാരണം ക്ലീൻ ആണ്, മിനിമൽ ആണ്, സ്റ്റൈലിഷ് ആണ്, ഭയങ്കര ട്രെൻഡിങ് അല്ല, വേഴ്സ്റ്റൈലും ആണ്. വൈറ്റിനകത്ത് അഡിഡാസിൻ്റെ ക്ലാസിക് ആ ട്രഡീഷണൽ ബ്രാൻഡിങ് വരുന്ന ടൈപ്പ് സ്നീക്കേഴ്സ് ആണ് ഇത്. നിങ്ങൾക്ക് സ്കൂൾ യൂണിഫോം ആണെങ്കിലും കോളേജ് യൂണിഫോം ആണെങ്കിലും ഇനി കാഷ്വൽ ഡ്രസ്സിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാം. ജസ്റ്റ് ചുമ്മാ പറയല്ല, എൻ്റെ കയ്യിലുള്ള സ്നീക്കേഴ്സ് ആണ്, ഞാൻ കുറച്ചധികം നാളായിട്ട് യൂസ് ചെയ്യുന്ന സ്നീക്കേഴ്സ് ആണ്. പക്ഷേ വൈറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്നീക്കേഴ്സ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഷൂസ് കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നിങ്ങളൊരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇത് തയ്യലിടുന്നത് നല്ലതായിരിക്കും. ഈവൻ ദോ ക്വാളിറ്റി നൈസ് ആണെങ്കിൽ പോലും ഇത് കുറച്ചധികം നാൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലാസ്റ്റിംഗ് കിട്ടും. സോ ആ ഒരു കാര്യം മാൻഡേറ്ററി ആയിട്ടും ചെയ്തിരിക്കണം. രണ്ടാമത്തത് റീബോക്കിൻ്റെ ഒരു സ്നീക്കേഴ്സ് ആണ്. ഗ്രേ ബ്ലാക്ക് അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഷെയ്ഡിനകത്ത് വരുന്ന ഒരു സ്നീക്കേഴ്സ് ആണ്. ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സ്നീക്കേഴ്സ് ആണ് ഇത്. കറന്റ് എൻ്റെ കയ്യിലല്ല, എൻ്റെ കസിനാണ് യൂസ് ചെയ്യുന്നത്. പുള്ളിക്കാരൻ 9th or 10th അങ്ങനെ പഠിക്കണം. അവൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സ്നീക്കേഴ്സും കൂടെയാണ്. സോ നിങ്ങൾക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാം. കാരണം അവൻ 9th or 10th ആണ് പഠിക്കുന്നത്. ഇനി നിങ്ങൾ കോളേജിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്നീക്കർ ഓപ്ഷനാണിത്. ഇതിന് തന്നെ മറ്റൊരു ഷെയ്ഡും കൊണ്ടുണ്ട്, ക്രീം രീതിയിൽ വരുന്നൊരു ഷെയ്ഡ്. പേഴ്സണലി സ്കൂൾ യൂസിനൊക്കെ ഇതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. മറ്റേത് കുറച്ചുകൂടെ മെയിൻറ്റെയിൻസ് ആണ്. നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റിച്ചിങ് ഇടുന്ന ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി ആയിരിക്കും ലാസ്റ്റിംഗ് കൂടുതൽ കിട്ടും. മൂന്നാമത്തെ യോഹോ എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ബീച്ച് കളർ സ്നീക്കേഴ്സ് ആണ്. ഈ ബ്രാൻഡ് ക്വാളിറ്റി വൈസ് നൈസ് ആണ്, എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ്. സോ നിങ്ങൾ സ്കൂളിലോ കോളേജിലാണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും കൂട്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്ഷനാണത്. യൂണിഫോംസ് ആണെങ്കിലും കളർ ഡ്രസ് ആണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഷൂസിന്റെ കളേഴ്സുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ത്രെഡ് കിട്ടും, അത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറയാനും കുറച്ചുകൂടെ നല്ലതായിരിക്കും. അടുത്തതും ലീവൈസിന്റെ ഒരു സ്നീക്കേഴ്സ് ആണ്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്നീക്കറാണ്. ഇതിൽ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലൂ ആണ്, അല്ലാതെ സ്റ്റിച്ചിങ് അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ ഷൂസ് കൈ കിട്ടിയ ഉടനെ സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷനാണ്. 50 രൂപയുടെ കേസുള്ള നിങ്ങൾക്ക് 2-3 years അഡീഷണൽ എക്സ്ട്രാ നല്ല രീതിയിൽ കിട്ടും. സോ സ്റ്റിച്ച് ചെയ്തിരിക്കണം. സൈഡിൽ റെഡ് കളറിലുള്ള ഡീറ്റെയിലിംഗ് വരുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്കൂൾ യൂണിഫോം ആണെങ്കിലും കളർ ഡ്രസ് ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. ഞാൻ ഒരുപാട് തവണ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തൊരു സ്നീക്കർ ഓപ്ഷനാണ്. ഇത് മേടിച്ചിട്ട് തന്നെ 3-4 മാസത്തിൽ കൂടുതലായി. ഇപ്പോഴും ലാസ്റ്റ് ചെയ്യുന്നുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നത്. വൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഷൂസ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പോരായ്മകൾ നിങ്ങൾ ഷൂസിൽ കാണുന്നതായിരിക്കും. ആൻഡ് ഫൈനലി ലാസ്റ്റ് ഓപ്ഷൻ ആദ്യമേ കാണിച്ച അഡിഡാസിൻ്റെ വേറൊരു വേരിയൻ്റ് ആണ്. വൈറ്റ് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു വേരിയൻറ്റ് ചൂസ് ചെയ്യാം. ഫോട്ടോസിൽ കാണാൻ ബ്ലൂ പോലെ തോന്നുമെങ്കിലും നേരിട്ട് കാണാൻ ഒരു ലൈറ്റിഷ് രീതിയിലുള്ള ഗ്രീനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. ഒരു സേജ് ഗ്രീൻ എന്നും പറയും, ആ ഒരു ടൈപ്പ് വേരിയൻ്റ് ആണ്. എക്സാക്ട് സെയിം തന്നെയാണ്, എക്സാക്ട് സെയിം കംഫർട്ട്, കളർ മാത്രമുള്ള വ്യത്യാസം. ആൻഡ് അഡിഡാസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. 2 to 3 years എങ്കിലും ലാസ്റ്റ് ടൈം. ആൻഡ് സ്റ്റിച്ചിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഞാൻ സ്കൂളിലോ കോളേജിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ഷൂസ് ആയിരിക്കും നോക്കുന്നത്. ആൻഡ് ബഡ്ജറ്റ് വൈസ് നോക്കുമെങ്കിൽ ഇതൊക്കെ ബെറ്റർ ആണ്, ക്വാളിറ്റി വൈസ് നൈസ് ആണ്. സോ இந்த വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കും. യൂസ്ഫുൾ ആണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോ പിന്നെ കാണാം. ബൈ.